പ്രിയമുള്ളവരെ, വചനജ്വാല 1438 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് 8 വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. അമ്മ മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ 15 നോമ്പ് 8-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ ഉത്തമഗീതം 8-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഇന്ന് ഉത്തമഗീതം അവസാനിക്കും. നാളെ മുതൽ ജ്ഞാനമാണ് ആരംഭിക്കുക. നീ സഹോദരനായിരുന്നെങ്കിൽ, എൻ്റെ അമ്മയുടെ മുലപ്പാൽ കുടിച്ചു വളർന്നവനെങ്കിൽ, പുറത്തു വെച്ചും എനിക്ക് നിന്നെ ചുംബിക്കാമായിരുന്നു. ആരും എന്നെ നിന്ദിക്കുകയില്ല. ഞാൻ നിന്നെ എൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക്, എന്നെ ഉദരത്തിൽ വഹിച്ചവളുടെ അറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു. സുരഭിലമായ വീഞ്ഞും എൻ്റെ മാതളനാരങ്ങയുടെ രസവും ഞാൻ നിനക്ക് നൽകുമായിരുന്നു. അവന്റെ ഇടത്തുകരം എൻ്റെ തലയിണ ആയിരുന്നുവെങ്കിൽ, വലതുകരം എന്നെ ആലിംഗനം ചെയ്തിരുന്നെങ്കിൽ. മണവാളൻ: ജെറൂസലേം പുത്രിമാരെ, ഞാൻ കെഞ്ചുന്നു, സമയമാകും മുമ്പ് നിങ്ങൾ പ്രേമത്തെ തട്ടി ഉണർത്തരുതേ, ഇളക്കി വിടരുതേ. ഗാനം 6. തോഴിമാർ: ആത്മനാഥനെ ചാരി വിജന പ്രദേശത്തുനിന്ന് വരുന്ന ഇവൾ ആരാണ്? മണവാളൻ: ആപ്പിൾ മരച്ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. അവിടെ നിന്റെ അമ്മ ഈറ്റുനോവ് അനുഭവിച്ച് നിന്നെ പ്രസവിച്ചു. നിന്നെ പ്രസവിച്ചവൾ അവിടെ വെച്ചാണ് പ്രസവവേദന അനുഭവിച്ചത്. നിന്റെ ഹൃദയത്തിൽ മുദ്രയായും നിന്റെ കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക. പ്രേമം മരണത്തെ പോലെ ശക്തമാണ്, അസൂയ ശവക്കുഴി പോലെ ക്രൂരവുമാണ്. അതിന്റെ ജ്വാലകൾ തീജ്വാലകളാണ്, അതിശക്തമായ തീജ്വാല. ജലസഞ്ചയങ്ങൾക്ക് പ്രേമാഗ്നിയെ കെടുത്താനാവില്ല, പ്രവാഹങ്ങൾക്ക് അതിനെ ആഴ്ത്താൻ കഴിയുകയുമില്ല. പ്രേമം വിലയ്ക്ക് വാങ്ങാൻ സർവസമ്പത്ത് കൊടുത്താലും അത് അപഹാസ്യമാവുകയേ ഉള്ളൂ. സഹോദരന്മാർ, നമുക്ക് ഒരു കുഞ്ഞു സഹോദരിയുണ്ട്. അവളുടെ സ്തനങ്ങൾ വളർന്നിട്ടില്ല. നമ്മുടെ സഹോദരിക്ക് വേണ്ടി വിവാഹാലോചന വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? അവൾ ഒരു മതിലായിരുന്നെങ്കിൽ ഒരു വെള്ളി ഗോപുരം പണിയാമായിരുന്നു. അവളൊരു കവാടമായിരുന്നെങ്കിൽ നമുക്ക് ദേവദാരു പലക കൊണ്ട് ഒരു കതകുണ്ടാക്കാമായിരുന്നു. മണവാട്ടി: ഞാനൊരു മതിലാണ്, സ്തനങ്ങളാണ് ഗോപുരങ്ങൾ. അപ്പോൾ അവന്റെ ദൃഷ്ടിയിൽ ഞാൻ സമാധാനം കണ്ടെത്തി. മണവാളൻ: സോളമനെ ബാൽഹോമണിൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ മുന്തിരിത്തോട്ടം പാട്ടത്തിന് കൊടുത്തു. ഓരോരുത്തരും 1000 വെള്ളി നാണയങ്ങൾ പാട്ടം കൊടുക്കേണ്ടിയിരുന്നു. എൻ്റെ മുന്തിരിത്തോട്ടമാകട്ടെ എൻ്റേതു മാത്രമാണ്. സോളമൻ നിനക്ക് 1000 ഉണ്ടായിക്കൊള്ളട്ടെ, കൃഷിക്കാർക്ക് 200 ഉണ്ടായിക്കൊള്ളട്ടെ. ഉദ്യാനത്തിൽ വസിക്കുന്നവളെ, എൻ്റെ തോഴിമാർ നിന്റെ സ്വരം ശ്രദ്ധിച്ചു കേൾക്കുന്നു, ഞാനും അത് കേൾക്കട്ടെ. മണവാട്ടി: എൻ്റെ പ്രിയനെ, വേഗം വരുക. സുഗന്ധദ്രവ്യങ്ങളുടെ മലകളിൽ കലമാൻ കുട്ടിയെപ്പോലെയോ ചെറുമാൻ പേടയെപ്പോലെയോ വേഗം വരുക. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ഡൊമിനിക്കിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. പ്രഭു കുടുംബത്തിൽ ജനനം, അമ്മ മകനെ
ചെറുപ്പത്തിൽ തന്നെ ഭക്തമുറകളും പ്രായശ്ചിത്തങ്ങളും അഭ്യസിപ്പിച്ചു. പഠനകാലത്ത് 21-ാം വയസ്സിൽ പഞ്ഞമുണ്ടായപ്പോൾ സ്വന്തം പുസ്തകം പോലും വിറ്റ് അദ്ദേഹം ദരിദ്രരെ സഹായിച്ചു. 25-ാം വയസ്സിൽ കാനൻസിന്റെ സുപ്പീരിയറായി പാഷണ്ഡികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. 3 സന്യാസ സഭകൾ സ്ഥാപിച്ചു. ദൈവമാതാവിന്റെ ദേവാലയത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ജപമാല നൽകിക്കൊണ്ട് പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടു. രാത്രി മുഴുവൻ പ്രാർത്ഥന. രാവിലെ സ്വശരീരത്തിൽ രക്തം പൊടിയുന്നതുവരെ ചമ്മട്ടി അടിച്ചിരുന്നു. അനേകം പാഷണ്ഡികളെ മാനസാന്തരപ്പെടുത്തിയ വിശുദ്ധ ഡൊമിനിക് 51-ാം വയസ്സിൽ നിര്യാതനായി. പ്രിയമുള്ളവരെ, വിശുദ്ധ ഡൊമിനിക്കിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, വചനജ്വാല 1438-ാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് 8 വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മളുടെ അമ്മ മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ